മുഖത്തെയും കൈകളിലെയും രോമങ്ങൾ ഇനി നീക്കം ചെയ്യാം ഈസി ആയിട്ട്. കെമിക്കൽ ഒന്നുമില്ലാതെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മുഖത്തെ മുടി മാറ്റുന്നതെന്ന് നോക്കാം ഈ വീഡിയോയിലൂടെ. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സമ്മറൊക്കെ നല്ല പീക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്കിന്നൊന്നും ടാൻ ആകാതെയും കറുപ്പാകാതെയും ഒക്കെ ഒന്ന് സൂക്ഷിക്കുക. കൈകളും കാലുകളും ഒക്കെ നല്ല ബ്ലാക്ക് ആകുന്ന ഒരു സമയമാണ്. പിന്നെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിറയെ പേരുടെയും ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. എന്നോട് ഒരുപാട് പേര് കുറേ നാളുകൾ, ഏകദേശം 1 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. മുഖത്തുള്ള ഹെയർ റിമൂവ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു രോമങ്ങളാവട്ടെ, നമ്മൾക്കിപ്പോൾ ഒരു 40+ ഹോർമോണിൻ്റെ ഇൻബാലൻസ് കൊണ്ട് മുടികൾ വളരും അല്ലേ. വലിയ വലിയ മുടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലക്ക് ചെയ്ത് കളയുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലക്ക് ചെയ്യുമ്പോൾ റൂട്ടിൽ നിന്നും പ്ലക്ക് ചെയ്യുന്നത് കൊണ്ട് അത് വളരാൻ കുറച്ച് നാളുകളാകുകയും നമുക്കപ്പോൾ അത്ര നാൾ മുടിയില്ലാതിരിക്കുകയും ചെയ്യും. ബാക്കിയുള്ള ഇവിടെയൊക്കെയുള്ള രോമങ്ങൾ നമ്മൾക്ക് കളയാനായിട്ടുള്ള 2 സൊല്യൂഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലൊന്ന്, നമ്മൾ എല്ലാ ആഴ്ചയിലും ഒരു സൺഡേ എന്ന് പറയുന്ന പോലെ എല്ലാ ആഴ്ചയിലും ഇട്ട് കഴിഞ്ഞാൽ മുടിയേ പിന്നെ വളരില്ല ഫേസിൽ. രണ്ടാമതുള്ളതും അതുപോലെ തന്നെയാണ്, വീക്കിലി നമ്മളുടെ ഒരു സെൽഫ് കെയർ ഡേ എന്ന് പറഞ്ഞൊന്നുണ്ടാവുമല്ലോ, ആ ദിവസങ്ങളിൽ ഇട്ടാൽ വളരെ നന്നായിരിക്കും. പിന്നെ നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. വളരെ ഹാപ്പിലി ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, കോസ്മെറ്റിക്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ഇപ്പോൾ നമ്മളുടെ ഇതുപോലുള്ള ഓർഗാനിക് റെമഡീസ് ഒക്കെ പറയാൻ തുടങ്ങി. ആരെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അതൊക്കെ നാൽപ്പാമരാതി തൈലത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങി, ഫ്ലാക്സ് സീഡിനെ കുറിച്ച് പറയാൻ തുടങ്ങി, അല്ലെങ്കിൽ ഫേസ് പാക്കിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ വലിയ വലിയ യൂട്യൂബേഴ്സ്, വളരെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് പോലും സ്ലോലി ഓർഗാനിക് ആയിട്ടുള്ള കെയറിനെ കുറിച്ചും അല്ലെങ്കിൽ ഹെർബൽ കെയറിനെ കുറിച്ചും നമ്മളുടെ ആയുർവേദ കെയറിനെ കുറിച്ചും ഒക്കെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ നമ്മൾക്ക് എന്താണ് പ്രൂവ് ആകുന്നത്? ഇവിടെ എപ്പോഴും നമ്മളായിരുന്നു റൈറ്റ് എന്നുള്ളതാണ്. നമ്മളുടെ ഡിസിഷനാണ്, നമ്മൾ പോകുന്ന വഴി കറക്റ്റാണ് എന്നുള്ളതാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി അത് കണ്ടപ്പോൾ. ഓക്കെ, എല്ലാവരും തന്നെ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോഴാണ് ഇന്ത്യൻസ് റിയലൈസ് ചെയ്യുന്നത് നമ്മളുടെ നാട്ടിലുണ്ടായ ഈ ഒരു ചികിത്സയെ കൊണ്ടുവരാനായിട്ടും അതിനെ ഫോളോ ചെയ്യാനായിട്ടും. പക്ഷേ UK-ലും US-ലും ഒക്കെ വളരെ ഫേമസും വളരെ ഡിമാൻഡുമുള്ള ഒന്ന് തന്നെയാണ് ഹോം മെയ്ഡ് സ്കിൻ കെയർ പ്രോഡക്ട്സും ഹോം മെയ്ഡ് സ്കിൻ കെയറും. കാരണം ഒരു ഭവിഷ്യത്തുമില്ല. നമ്മളിനി എത്ര ഏജ് ആയാലും നമ്മൾക്ക് വേറൊരു സൈഡ് ഇഫക്റ്റ് ഇല്ലാതെ നമ്മളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മളുടെ സൗന്ദര്യത്തിനെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് നമ്മളുടെ ആയുർവേദ സ്കിൻ കെയർ എന്ന് പറയുന്നത്. അതായത് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന സാധനങ്ങൾ വെച്ചുള്ള സ്കിൻ കെയർ. നമ്മളിപ്പം തന്നെ നയാസിനിമൈഡും സാലിസിലിക് ആസിഡും അല്ലെങ്കിൽ കോജിക് ആസിഡും ഒക്കെ തന്നെ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നമ്മുടെ പ്രകൃതിയിൽ നിന്നുമാണ്. പക്ഷേ അതിന് പെട്ടെന്നുള്ള ഒരു റിസൾട്ട് കിട്ടാനായിട്ട് കുറേ കെമിക്കൽ ചേർക്കുമ്പോഴാണ് അതൊക്കെയും കെമിക്കലാകുന്നത്. നമ്മളൊന്നും തന്നെ ഇല്ലാതെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾക്കതിൽ സന്തോഷിക്കാൻ നമ്മൾ പോകുന്ന പാത ശരിയാണെന്നുള്ളത്. നമ്മൾക്ക് കുറച്ച് ഒരു 2 ആഴ്ച ലേറ്റ് ആകും അവരെക്കാളും റിസൾട്ട് കിട്ടാനായിട്ട്. അവർക്ക് 2 ആഴ്ച മുന്നേ തന്നെ കിട്ടും. അത്ര മാത്രമേ അതിൽ വ്യത്യാസമുള്ളൂ എന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾക്ക് വേണ്ടത് കുറച്ച് വാട്ടറാണ്. നമുക്ക് പിന്നെ വേണ്ടത് കുറച്ച് ഷുഗറാണ്. ഷുഗർ ഇടാം. നമുക്കിതിനെ തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറുതായിട്ടൊരു കാരമലൈസ് ആകുന്നിടം വരെ നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് ഊറ്റിയെടുക്കാം. നമ്മൾക്കിതിലേക്ക് കുറച്ച് ഹണി ഒഴിക്കാം. ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ഹണിയോളം ഒഴിച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് കുറച്ച് ലെമൺ ഒഴിക്കാം. ലെമൺ നിങ്ങൾക്ക് സെൻസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ലെമൺ അവോയ്ഡ് ചെയ്യാം. ലെമൺ കുറച്ച് നല്ലതാണ്. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് സ്കിന്നിനെ ഒന്ന് സൂത്ത് ചെയ്യാനായിട്ട് കുറച്ച് ജോജോബ ഓയിൽ ഒഴിക്കാം. കുറച്ച് വീറ്റ് ഫ്ലോർ ഇല്ലെങ്കിൽ കടലമാവ് നന്നായിട്ട് മിക്സ്. നിങ്ങൾക്ക് കാലിലെ മുടി കളയാനും കയ്യിലെ മുടി കളയാനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ കയ്യിൽ ഈ വരച്ചിരിക്കുന്ന പോർഷനകത്ത് എനിക്ക് മുടിയുണ്ട്. ഫേസിലൊന്നും എനിക്ക് അത്ര മുടിയില്ല, കൈകളിലും അത്രയും ഇല്ല.
ചെറിയ 1-2 മുടികൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഒരു പോർഷനിൽ മാത്രം ഇട്ടിട്ട് മുടി എങ്ങനെയാണ് അവിടുന്ന് റിമൂവ് ചെയ്യുന്നതെന്ന് കാണിക്കാം. നിങ്ങൾക്ക് ഹെയർ ഉള്ള ഭാഗത്തൊക്കെ ഫേസിലും ഒക്കെ ഇടാവുന്നതാണ്. ഞാൻ മറ്റൊരു പാക്കും കൂടെ ചെയ്യുന്നുണ്ട്, അത് ഫേസിൽ ഇട്ട് കാണിക്കുന്നത് കൊണ്ടാണ് ഇത് കയ്യിലിട്ട് കാണിക്കുന്നത്. ഇത് ചെയ്യാനും മാത്രം മുടി എൻ്റെ ഫേസിലില്ല, കുഞ്ഞു കുഞ്ഞു രോമങ്ങളാണുള്ളത്. അതിനു വേണ്ടിയാണ് ഞാൻ ഇത് കയ്യിലിട്ട് കാണിക്കുന്നത്. ഇതിങ്ങനെ ഈ ഒരു ടിഷ്യൂ വെച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ പീൽ ചെയ്തെടുത്താൽ മതി, മുടി വരും. 10 മിനിറ്റിൽ കൂടുതൽ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. ഉണങ്ങുന്നിടം വരെ അതാണ് കണക്ക്. കുറച്ച് ഡ്രൈ ആകുമ്പോൾ പീൽ ചെയ്തെടുത്തിട്ട് അവിടുന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, പ്രഷർ വന്ന സ്ഥലത്തൊന്നും പെയിൻ വരാതിരിക്കാൻ. എൻ്റെ മുടിയിൽ 1-2 ഉള്ളൂ, നിങ്ങൾക്ക് ഒരുപാടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ആദ്യം വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഏത് മഞ്ഞൾപ്പൊടിയാണേലും ഓക്കെയാണ്. ഇത് സാധാരണ മുഖത്ത് തേക്കുന്ന പൂശു മഞ്ഞൾ എന്ന് പറയുന്ന ഒരു മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മൾക്കതിലേക്ക് 1 സ്പൂൺ കടലമാവിടാം. നമ്മൾക്ക് കുറച്ച് ലെമൺ പിഴിഞ്ഞൊഴിക്കാം. ഇത്ര തന്നെ മതിയാവും. ചിലപ്പോൾ ലെമൺ ഫേസിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾക്ക് കുറച്ച് മിൽക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾക്ക് കുറച്ച് ഹണി കൂടെ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് തിക്കായിട്ട് തന്നെ ഇരുന്നോട്ടെ ഈ കൺസിസ്റ്റൻസി. ഞാനൊരു ബ്രഷ് വെച്ച് മിക്സ് ചെയ്തു, നല്ല ഫൈനായിട്ട് പേസ്റ്റായിട്ട് കിട്ടാനായിട്ട്. ഈ ബ്രഷ് വെച്ചാണ് ഞാനിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം, സൺഡേയോ നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ എന്ന് വെച്ചാൽ ആ ദിവസം എല്ലാ ആഴ്ചയിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ മുടി ഒട്ടുമേ തന്നെ ഫേസിൽ വളരില്ല. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്ന്. ഇത് ഫേസ് പാക്ക് അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫേസിൽ മുടിയുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഫുള്ളായിട്ട് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് റബ്ബ് ചെയ്താണ് എടുക്കുന്നത് കൊണ്ട് മുടിയുള്ള ഭാഗത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുക. വളരെ തിൻ ലെയറും അല്ല, എന്നാൽ വളരെ തിക്ക് ലെയറും അല്ലാതെ തന്നെ അപ്ലൈ ചെയ്യണം. കാരണം ഒരുപാട് നേരം എടുക്കും തിക്കാണെങ്കിൽ ഒന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട്. നമ്മളിതിനെ ഒരു 1/4 ഭാഗം ഡ്രൈ ആകുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾക്കതിനെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്. 1/4 ഭാഗം ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതുപോലെ സർക്കുലർ മോഷനിൽ നമ്മൾ റബ്ബ് ചെയ്ത് ആ ഒരു ഫേസ് പാക്കിനെ നമ്മുടെ മുടിയുള്ള ഭാഗത്തു നിന്ന് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള എല്ലാ മുടിയും പിഴുത് പോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് മുടി മൊത്തം അവിടുന്ന് പോരുകയും പിന്നെ അവിടെ മുടി ഇല്ലാതെ ഇരിക്കും. അപ്പോൾ വീണ്ടും മുടി മുളയ്ക്കില്ലേ എന്നല്ല, മുടി മുളച്ച് തന്നെ വരും. എല്ലാ ആഴ്ചയിലും നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മുടി എവിടെ വളരാനുള്ള ഒരു ചാൻസ് നമ്മൾ കൊടുക്കുന്നില്ല. ചാൻസ് കൊടുത്താൽ ഉറപ്പായിട്ടും മുടി വളരുക തന്നെ ചെയ്യും. ഈ മുടി എന്നുള്ളതൊക്കെ ഉള്ളത് നമ്മളുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു നേച്ചറിന്റെ ഒരു ബ്ലെസ്സിങ്സ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ റൗണ്ട് ആയിട്ട് സർക്കിൾ ആയിട്ട് റബ്ബ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കയ്യിൽ തേച്ച് നോക്കിയാൽ ചെറിയ ചെറിയ മുടി അതിനകത്ത് കാണും. ഇത് ആഴ്ചയിൽ 1 പ്രാവശ്യം വീതം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മുടി ഇല്ലാതെ വരും. പിന്നെ ആ ഒരു പ്രഷർ കൊടുത്ത കാരണം ഒന്ന് റോസ് വാട്ടർ ഉള്ള ഐസ് റബ്ബ് ചെയ്യുന്നത് വളരെ നല്ലതാണ്, അത് മറക്കണ്ട. അപ്പോൾ വീഡിയോ കണ്ടില്ലേ? നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കൂ, ഏതാണ് യോജിക്കുന്നതെന്ന് വെച്ചിട്ട് അത് തിരഞ്ഞെടുക്കാം. ഇല്ലെങ്കിൽ ഒരാഴ്ച ഒന്ന് യൂസ് ചെയ്യൂ, അടുത്ത ആഴ്ച അടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. സോ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. മുടിയൊക്കെ കെട്ടിവെച്ച് മുടിയിലൊന്നും ആകാതെ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും നമ്മളുടെ വഴിയിൽ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ പോകുന്ന പാതയും വളരെ കറക്റ്റാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഹെർബൽ സ്കിൻ കെയറിലോട്ട് പോകുന്നത് നേച്ചറിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ എന്ന് വെച്ച് നേച്ചറിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ അങ്ങനെ എടുത്ത് ഫേസിലിടുന്നതും ചീത്തയാണ് കേട്ടോ. ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് അസിഡിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ട്, അതുകൊണ്ട് അതൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ ഞാൻ ഇന്നിട്ടിരിക്കുന്നത് നമ്മളുടെ റൂബി റെഡ് ലിപ്സ്റ്റിക് ആണ്. സോ നിങ്ങൾ നോക്കിക്കോളൂ, ഇതാണ് റൂബി റെഡിൻ്റെ കളർ. എർത്ത് റെഡ് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. സോ പക്ഷേ ഇപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ ഇട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ അത് റെഡിഷ് ആയിട്ട് കാണിക്കും. ഓരോ ഡ്രസ്സിനനുസരിച്ചും ഒക്കെ ചിലപ്പോൾ ആ നമ്മളുടെ ലിപ്സ്റ്റിക്കിൻ്റെ കളർ മാറും കേട്ടോ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, കുറേ ജെൻസ് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, വാട്സപ്പ് ചെയ്യാറുണ്ട്.
പെണ്ണുങ്ങളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് കളിയാക്കുന്നു. ലേഡീസ് മാത്രമേ സ്കിൻ കെയർ ചെയ്യാറുള്ളൂ, ജെൻസ് ചെയ്യാറില്ല. അതൊക്കെ ഏത് കാലമാണെന്ന് എനിക്കറിയില്ല. ഒരുപാട് പണ്ടത്തെ കാലമാണ്, പുറകോട്ട് പോകുന്നത്. ഇന്നത്തെ കാലത്ത് ലേഡീസ് ജെൻസ് എന്നൊന്നും വ്യത്യാസമില്ല. അവനവനെ കെയർ ചെയ്യുന്നതിന് ലേഡീസ് ജെൻസ് എന്നൊക്കെ വ്യത്യാസമുണ്ടോ? നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ ഇമ്പോർട്ടൻസ് ആണ്. ജെൻസിന് എന്താ, അവർ ഇമ്പോർട്ടൻസ് അല്ലേ? അവരുടെ ബ്യൂട്ടിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലേ? ഉറപ്പായിട്ടുമുണ്ട്. പക്ഷെ അവരുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയണ്ടേ, ഫെമിനൈൻ ആയിട്ടുള്ള ബ്യൂട്ടി അല്ല. അവരുടെ ബ്യൂട്ടി വേറൊരു ടൈപ്പ് ഓഫ് ബ്യൂട്ടിയാണ്. ഓക്കെ, അത് കെയർ ചെയ്യുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അത് അവരുടെ ഹെയർ കെയർ ചെയ്യണ്ടേ? അവരുടെ മുസ്റ്റാഡ് അല്ലെങ്കിൽ മീശയും ഒക്കെ കെയർ ചെയ്യണ്ടേ? താടി കെയർ ചെയ്യണ്ടേ? താടിയൊക്കെ ട്രിം ചെയ്ത് വെച്ച എത്രയോ പേര് വളരെ ഭംഗിയാണല്ലേ കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കെയർ ചെയ്യണ്ടേ? അതൊന്നും വളരാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഒരുപാട് പേര്, എൻ്റെ ജിം ട്രെയിനർ തന്നെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എങ്ങനെ മാം താടിക്ക് എന്തെങ്കിലും പറഞ്ഞു. അങ്ങനെ നമ്മൾ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവനവൻ്റെ സെൽഫ് എന്ന് പറയുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ എന്തൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും നമ്മളുടെ സെൽഫ് നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് നമ്മളോട് റെസ്പെക്റ്റ് തോന്നിയാൽ എന്താണ് ബുദ്ധിമുട്ട്? ആണുങ്ങൾക്ക് കരയാൻ പാടില്ലേ? ആണുങ്ങൾക്കൊരു മനസ്സില്ലേ? അങ്ങനൊന്നുമല്ല. എല്ലാ ആണുങ്ങളും എന്താ പറയണ്ടേ, എല്ലാ ആണുങ്ങളും ഭയങ്കര കഠിന ഹൃദയരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ലേഡീസിലും അങ്ങനെയുണ്ട്, ജെൻസിലും അങ്ങനെയുണ്ട്. ഓരോരുത്തരുടെ സാഹചര്യവും അവർ വളർന്നു വന്ന ഒരു സിറ്റുവേഷനും ഒക്കെ അനുസരിച്ച് ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. സെൽഫ് കെയർ ചെയ്യുന്നതിന് ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്നൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ നമ്മളുടെ വിഭൂതിക്ക് വേണ്ടി സ്റ്റിക്കർ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നിടത്തൊക്കെയും കുറച്ച് ഏജുള്ള ആളാണ്, പുള്ളി ചോദിക്കാറുണ്ട് ചിലപ്പോൾ, എന്തെനിക്ക് ചെയ്യാൻ പറ്റും? അത് ജീവിക്കണമെന്ന് ജീവിക്കാൻ കുറച്ചുകൂടെ ആഗ്രഹമുള്ളത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ബ്യൂട്ടിഫുള്ളായിട്ട് ജീവിക്കാൻ, അല്ലേ? നമ്മൾ ഹാപ്പനിങ് ലൈഫ് കൊണ്ടുപോയിട്ടേ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നത്. ഒത്തിരി ബോറടിച്ച് ഇത്ര നാളും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നവരുമുണ്ട് എൻ്റെ അടുത്ത്. ഇത്ര നാളും ഞാൻ കണ്ണാടി നോക്കിയിട്ടില്ല, 8 വർഷമായിട്ട് ഇപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു തോട്ട് വരുന്നത്. ഞാനും ചെയ്യാറില്ല, എൻ്റെ വീട്ടിൽ ബാക്കിയുള്ളവരും ചെയ്യാറില്ല, ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുമില്ല. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്തുകൊണ്ട് സെൽഫ് കെയർ ചെയ്തുകൂടാ? നമ്മൾക്ക് എന്താ പറയണ്ടേ, നമ്മൾക്ക് കുറച്ച് പൈസ തരുമ്പോൾ നമ്മൾക്കതിനെ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ മാത്രമാണ് ദൈവം കൂടുതൽ പൈസ തരിക. നമ്മളതിനെ ഉപയോഗിക്കാതെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടിരിക്കുന്നവന് കുറച്ച് പൈസ കൊടുത്തിട്ട് എന്താ പറയുന്നത്? എന്ത് ലൈഫാണ് പിന്നെ അവർ ആസ്വദിക്കുന്നത്? നല്ലൊരു ഡ്രസ്സ് ഇടാതെയോ, നല്ലൊരു ലൈഫ് കൊണ്ടുപോകാതെയോ, നല്ല ഭക്ഷണം കഴിക്കാതെയോ, അല്ല നല്ലൊരു വാഹനം ഇല്ലാതെയോ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് വെച്ചിട്ട്. അവരെയൊക്കെ പറ്റുമെങ്കിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ ഉള്ള പൈസ മൊത്തം ധൂർത്തടിച്ച് കാലിയാക്കി ജീവിക്കണം, അങ്ങനെയും പാടില്ല. നമ്മൾ കിട്ടുന്നതിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് സേവ് ചെയ്തിട്ട് ബാക്കി നമ്മൾക്ക് ജീവിക്കാനുള്ള കാശാണ്. ഒരിക്കലും പണം ചിലവാക്കുന്നതിൽ നമ്മൾ മടി കാണിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. പണം ചിലവാക്കാനുള്ളത് തന്നെയാണ്. നമ്മൾ ഇന്ന് ചിലവാക്കിയില്ല, ഇന്ന് നമ്മൾ അനുഭവിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് സ്കിൻ കെയർ ചെയ്തില്ല, ഇന്ന് നമ്മളെ കെയർ ചെയ്തില്ല, നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടില്ല, നമ്മൾ നല്ലൊരു വണ്ടി ഓടിക്കുന്നില്ല, നമ്മൾ നല്ലൊരു സ്ഥലത്ത് പോയി ചേഞ്ചിന് വേണ്ടി ഫുഡ് കഴിക്കുന്നില്ല, നല്ലൊരു ഡ്രൈവിന് പോകുന്നില്ലെങ്കിൽ പിന്നെ നാളെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഈ നാളെ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ അല്ല കേട്ടോ ഞാൻ പറയുന്നത്. നിയറിങ് ഫ്യൂച്ചറിൽ തന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നും വെച്ചുള്ള പൈസ മൊത്തം എടുത്ത് നമുക്ക് ചിലവാക്കാനും പറ്റത്തില്ല. ഒരു കൺസേൺ ഉണ്ടായിരിക്കണം. ഓക്കെ, എൻ്റെ ഒരു സേഫ്റ്റിക്ക് ഇത്ര ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കി ദിസ് ഈസ് ഫോർ മൈ ലൈഫ് എന്നുള്ളത്, അത് വലിയൊരു കാര്യമാണ്. ദാറ്റ് ഈസ് ആർട്ട് ഓഫ് ലിവിങ് ആക്ച്വലി. നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ നമ്മളെ ടേക്ക് കെയർ ചെയ്യണം, എന്ത് ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. വേറെ ആരും വന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല. നമ്മളിപ്പോൾ സ്കിൻ കെയർ ചെയ്യാൻ, നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ അവിടെ പോയി കിടക്കുമ്പോൾ അവർ ചെയ്തു തരും, അവർ വാഷ് ചെയ്തൊക്കെ തരും. ബാക്കി വീട്ടിൽ വന്ന് കെയർ ചെയ്യേണ്ട ആരാണ്? നമ്മൾ തന്നെയാണ്. അല്ല, ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയാൽ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ മാസ്റ്റർ പറഞ്ഞു തരുമെങ്കിലും പഠിക്കേണ്ടത് നമ്മൾ തന്നെയാണ്, അല്ലേ? ക്ലാസ്സിൽ ടീച്ചേഴ്സ് പോർഷൻ എടുത്ത് തരുമെങ്കിലും പഠിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മളെ പൂർണ്ണമായിട്ടും സ്നേഹിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ അമ്മ എന്നൊരാളെ കൊണ്ടുവരേണ്ടി വരും. അമ്മ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഉള്ളൂ. നമ്മളെ മാത്രം ആലോചിക്കുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിൽ നമ്മുടെ അമ്മ മാത്രമേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാവരും നമുക്ക് ചുറ്റിനുമുണ്ട്, നമ്മളെ സ്നേഹിക്കുന്നവരാണ്, എല്ലാമാണ്. പക്ഷേ നമ്മൾ എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തി അമ്മയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെയാണ്,
അല്ലേ? നമ്മൾക്കൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ തരണമെന്ന് ആഗ്രഹിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അവർ അവരുടെ ലൈഫിനെ വളരെ മനോഹരമായിട്ടാണ് കൊണ്ടുപോകുന്നത്, റെസ്പെക്റ്റ്ഫുൾ വേയിലാണ് കൊണ്ടുപോകുന്നത്, നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് ഡ്രസ്സ് ചെയ്യുന്നത്, നല്ല ഒരു പ്രസൻറ്റബിൾ പേഴ്സൺ ആണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ നമ്മളോട് അവർക്ക് റെസ്പെക്റ്റ് തോന്നുകയും ഒരു ഡിസ്റ്റൻസ് നമ്മളിൽ നിന്ന് കീപ്പ് ചെയ്യുകയും ബട്ട് ആ ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് നമ്മളെ സ്നേഹിക്കുകയും ചെയ്യും. അത് വളരെ സത്യമാണ്. നമ്മളാണെങ്കിലും തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, വെൽ ഡ്രസ്ഡ് ആയിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഗ്രൂമിങ് ആയിട്ട് നടക്കുന്ന ഒരാണാവട്ടെ പെണ്ണാവട്ടെ നമ്മൾക്ക് കാണുമ്പോൾ ഒരു റെസ്പെക്റ്റാണ് തോന്നുക. നമ്മൾ അവരോട് പെട്ടെന്ന് അടുത്തിയെന്ന് ഇടപഴകുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ അവരെ ഒബ്സർവ് ചെയ്ത് അവരെന്താണ് എങ്ങനെയാണെന്ന് കണ്ടിട്ട് മാത്രമേ നമ്മൾ സംസാരിക്കത്തുള്ളൂ, അല്ലേ? അത് സെയിം സാധനമാണ് നമ്മൾ അങ്ങനെ നടക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതെന്നുള്ളത് മറക്കാതിരിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ സ്കിൻ കെയർ ചെയ്യേണ്ടത് നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, എന്ത് റെസ്പെക്റ്റാണ് നമുക്ക് കിട്ടേണ്ടത്, നമ്മൾ എങ്ങനെ ആയിരിക്കണം മറ്റുള്ളവരുടെ മനസ്സിൽ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മോഡസ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്യുന്നു വളരെ റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു കാര്യമാണ്, അതും മനസ്സിലാക്കുക. സോ നമ്മൾക്ക് എല്ലാം തന്നെ ചെയ്യാം, എല്ലാ ഡ്രസ്സും ഇടാം, എല്ലാം നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ലൈഫ് ഏത് വിധത്തിലും സന്തോഷമായിട്ട് കൊണ്ടുപോകുക. എന്തെങ്കിലും ഒരു ഹോബി മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ എനിക്ക് എല്ലാം അറിയാം, ഇതാണ് എനിക്കറിയാവുന്നത്, ഇതാണ് ലോകം എന്ന് മാത്രം ചിന്തിച്ച് ഒരു സർക്കിൾ ഉണ്ടാക്കി അതിനകത്ത് കയറി ഇരിക്കരുത്. നമ്മൾക്കറിയാത്ത പല കാര്യങ്ങളുമുണ്ട്, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ അതുകൊണ്ട് ഒരുപാട് പേരോട് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. അവരൊക്കെ പറയുന്നത് കേട്ട് അതിൽ നിന്നും എനിക്ക് എന്താണ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കി ഞാൻ എടുക്കാറുണ്ട്. നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ നിന്നൊക്കെയും ഞാൻ മോട്ടിവേറ്റ് ആവാറുണ്ട്. ഓക്കെ, പലരും സെൽഫ് കെയർ ചെയ്യുന്നവരാണ്, പലരും യോഗ ചെയ്യുന്നവരാണ്, പലരും സൂംബ ഡാൻസ് ഒക്കെ ചെയ്യുന്നവരാണ്. സോ ഐ ആം സോ ഹാപ്പി ടു ഹിയർ ഓൾ ദീസ് തിങ്സ്. ചിലരൊക്കെ ഒന്നും ചെയ്യാത്തവരും ഇപ്പോൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് റിസൾട്ട് കിട്ടിയവരൊക്കെ ഉണ്ട്. സോ ഹാപ്പി ഫോർ ദാറ്റ്. നിങ്ങൾ വിഭൂതിയുടെ പ്രോഡക്റ്റിന് തരുന്ന ഒരു റെസ്പെക്റ്റിനും ഒരു സ്നേഹത്തിനും, റെസ്പെക്റ്റിനേക്കാളും കൂടുതൽ തരുന്ന ഒരു സ്നേഹത്തിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഓൾവേസ് ഐ ആം താങ്ക്ഫുൾ ടു യു ഓൾ. ഓക്കെ, ഓൾവേസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ കമൻറ്റിനും റിപ്ലൈ അയക്കുന്നതും, മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ പറയുന്നതും, മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നത്ര പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. കാരണം ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ പറഞ്ഞ് മനസ്സിലാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഫോളോ ചെയ്ത് പൊയ്ക്കോളും എന്ന് എനിക്കറിയാം. പിന്നെ നമ്മളുടെ പ്രോഡക്റ്റ്സ് ഹോം മെയ്ഡ് പ്രോഡക്റ്റ്സ് ആണ് എന്നുള്ളത് മറക്കരുത്, ഫ്രിഡ്ജിനകത്ത് വെക്കാൻ ഓർമ്മിക്കുക. കാരണം എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കേടാകാതിരിക്കും. പക്ഷേ നമ്മൾ കൈയൊക്കെ ഇട്ട് എടുത്ത് കഴിയുമ്പോൾ നമ്മൾക്കറിയില്ല നമ്മുടെ കയ്യിലൊക്കെ എത്രത്തോളം ബാക്ടീരിയ ഉണ്ടെന്നും അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയാണുള്ളതെന്നും അറിയത്തില്ലാത്തത് കൊണ്ട് നല്ലൊരു ഫ്രാഗ്രൻസിനും നല്ലൊരു എന്താ പറയുക ഫ്രഷ്നെസ്സിനും വേണ്ടി അത് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും കൂടെ നന്നാവും. സൈനസൈറ്റിസ് ഒക്കെ ഉണ്ട്, ഫ്രിഡ്ജിൽ വെച്ചത് എനിക്ക് ഇടാൻ പറ്റില്ല എന്നുള്ളതാണെങ്കിൽ നമ്മൾക്ക് വേണ്ടത്ര മാത്രം ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് വെളിയിൽ വെച്ച് റൂം ടെമ്പറേച്ചർ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഇടാവുന്നതാണ്. ഒന്ന് മെനക്കെട്ടാൽ നമ്മൾക്ക് കിട്ടുന്നത് നല്ലൊരു ഗ്ലോയിങ് ഫേസാണ്. നമ്മൾക്കും സൂപ്പർ സ്റ്റാർ ആവണ്ടേ? അപ്പോൾ എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നവരെ ടേക്ക് കെയർ.